ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JD മീഡിയ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിറ്റ്നസ് സീരീസിലെ അബ്ഡമിനൽ വർക്കൗട്ട്സ് ആണ്. ഈ ഒരു വർക്കൗട്ടിൻ്റെ മെയിൻ മറ്റുള്ള വർക്കൗട്ടിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു വർക്കൗട്ട് നമ്മൾ സൂപ്പർ സെറ്റ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് 25 റെപ്പിറ്റേഷൻസിൻ്റെ ഒരു വർക്കൗട്ടാണ്. അപ്പോൾ നമ്മളെന്തായാലും വർക്കൗട്ട് കാണാം, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വെറും വർക്കൗട്ട് മാത്രം ഫോളോ ചെയ്താൽ പോരാ, നമ്മൾ ഡയറ്റ് കുറച്ച് ശ്രദ്ധിക്കണം, നമ്മളെ ഫുഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. ഈ ഓവറായിട്ടുള്ള ഓയിലി ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം, സ്വീറ്റ്സ്, മധുരം കൂടുതലുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കുക നമ്മളെ ഈ ഒരു ഡയറ്റിൽ നിന്ന്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 45 ഡേയ്സ്, അതല്ലെങ്കിൽ ഒരു 60, മാക്സിമം 60 ഡേയ്സ് ഇത് ഫോളോ ചെയ്യുക. ആ ഒരു കാലയളവിൽ നിങ്ങൾ ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക, എന്നിട്ട് വേണം ഇത് ഫോളോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റെഗുലർ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ ഈ ഓയിലി ഫുഡും അതുപോലെ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള ഈ ഓയിലി ഫുഡും ഈ മധുര പലഹാരങ്ങളും അങ്ങനെ ഐറ്റംസ് ഒന്നും കുറക്കുകയാണ് നല്ലത്. അതിനോടൊരു ക്രൈസ് അല്ലാണ്ട് ആ ഒരു ഫുഡ് ലെവലിൽ ഫോളോ ചെയ്യുക നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രണ്ട്സ്, സൂപ്പർ ഷെഡ് സീരീസിലെ അബ്ഡമിനൽ മസിൽസുകളുടെ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ എക്സസൈസാണ് സിറ്റപ്സ്. ഈ ഒരു എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ അപ്പർ അബ്ഡമിനൽ മസിൽസുകളെയാണ്. അപ്പർ അബ്ഡമിനൽ മസിൽസുകളുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനും അതിൻ്റെ ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാനും വളരെയധികം സഹായകമായ എക്സസൈസാണ് സിറ്റപ്സ്. ഈ എക്സസൈസ് നമ്മൾ ചെയ്യേണ്ടത് 25 റെപ്പിറ്റേഷൻസാണ്. സ്ലോവിൽ ചെയ്യണം. നമ്മൾ മുകളിൽ വന്നിട്ടുള്ളൊരു പൊസിഷൻ, അപ്പർ പൊസിഷനിൽ നമ്മൾ 2 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിർത്തണം. എന്നിട്ട് സ്ലോവിൽ ഡൗൺ ചെയ്യുക. ഇങ്ങനെ 25 റെപ്പിറ്റേഷൻസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസാണ് സൈഡ് ക്രഞ്ചസ്. ഇത് നമ്മൾ ആദ്യം സിറ്റപ്സ് 25 റെപ്പിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് എനി റെസ്റ്റ് ഈ ഒരു വർക്കൗട്ട് സൈഡ് ക്രഞ്ചസ് സ്റ്റാർട്ട് ചെയ്യണം, സഡൻലി സ്റ്റാർട്ട് ചെയ്യണം. ഇതും 25 റെപ്പിറ്റേഷൻസാണ്. നമ്മുടെ രണ്ട് സൈഡിലെയും ഒബ്ലിക് മസിൽസുകളെയാണ് ഈ ഒരു എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാൽമുട്ട്, നമ്മുടെ എൽബോ, കൈയുടെ എൽബോ നമ്മുടെ നമ്മുടെ കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഏറെക്കുറെ ഒരു എവറേജ് ഫാറ്റുള്ള, അബ്ഡമിനൽ ഫാറ്റ് കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് കഴിഞ്ഞൊന്നും വരില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യണം. നമ്മുടെ കൈമുട്ട് കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നീട് നമ്മളിത് ചെയ്യുന്നോറും 2-3 ആഴ്ചയൊക്കെ ഇത് ചെയ്യുന്നോറും നമ്മുടെ ഫാറ്റ് ലൂസ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫാറ്റ് കുറയുന്നുണ്ടെങ്കിൽ, അബ്ഡമിനൽ ഫാറ്റ് കുറഞ്ഞ് സ്ട്രെഡ് ലെവലാവും തോറും നമ്മുടെ ഈ കൈമുട്ടുകൾ കറക്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാലിൻ്റെ മുട്ടിൽ ടച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് കഴിഞ്ഞാൽ. ഒരിക്കലും ജസ്റ്റ് അങ്ങ് പൊക്കിയിട്ട് പിന്നെ താഴ്ത്തരുത്. മാക്സിമം നമ്മുടെ കൈമുട്ട് നമ്മുടെ കാൽമുട്ടിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക. എൽബോ നീയിൽ ടച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ തന്നെ ഇതും ഒരു 1 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാൻ മേലെ, എന്നിട്ട് പിന്നെ സ്ലോ ഡൗൺ. അങ്ങനെ 25 റെപ്പിറ്റേഷൻ ചെയ്യുക. നമ്മുടെ മൂന്നാമത്തെ എക്സസൈസാണ് റിവേഴ്സ് സിറ്റപ്സ്. ഈ ഒരു എക്സസൈസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലോവർ അബ്ഡോമിനൽ മസിൽസുകളെയാണ്. ഇതും 25 റെപ്പിറ്റേഷൻസാണ്. ലാസ്റ്റ് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വിത്തൗട്ട് എനി റെസ്റ്റ്. പിന്നെ ഈ എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കാലുകൾ പൊക്കുമ്പോൾ ഒരിക്കലും ഏറ്റവും മുകളിലോട്ട് ഹയർ ലെവലിൽ പൊക്കരുത്. മിക്ക ആൾക്കാരിലും കാണുന്ന ഒരു പ്രവണതയാണ് ചെസ്റ്റിൻ്റെ ആ ഒരു ലെവൽ വരെ കാല് പൊക്കിയിട്ട് എന്താ പറയുക, നമ്മുടെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് ആൾക്കാർ ചെയ്യുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഡെവലപ്പ് ആവില്ല, പകരം നമുക്ക് ബാക്ക് പെയിൻ കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അബ്ഡമിനൽ ആ ലെവലിൽ നിന്ന്, നമുക്ക് എടുക്കുമ്പോൾ ഫ്ലോർ ലെവലിൽ നിന്നും ഒരു 45 ഡിഗ്രി, ഏകദേശം 45 ഡിഗ്രി മേലോട്ട് പോക്കുക. എന്നിട്ട് സ്ലോ ഡൗൺ ചെയ്യുക. അങ്ങനെ വളരെ പെർഫെക്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു 3 എക്സസൈസ് നിങ്ങൾ ചെയ്യണം. അതായത് ഫസ്റ്റ് സിറ്റപ്സ് ചെയ്യുക 25 നമ്പേഴ്സ്. അത് കഴിഞ്ഞിട്ട് വിത്തൗട്ട് എനി റെസ്റ്റ് ക്രഞ്ചസ്, സൈഡ് ക്രഞ്ചസ് 2 സൈഡും ചെയ്യുക 25 അങ്ങനെ 50, ടോട്ടൽ 75. ദെൻ വിത്തൗട്ട് എനി റെസ്റ്റ് റിവേഴ്സ് സിറ്റപ്സ് ചെയ്യുക 25 നമ്പേഴ്സ്. അപ്പോൾ ടോട്ടൽ 100 നമ്പേഴ്സായി. ഇത് കഴിഞ്ഞ പാടെ നിങ്ങൾ 25 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ 3 സെറ്റ്സാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വീക്കിലി നിങ്ങൾ 2 ടൈംസ് ചെയ്താൽ മതി. ഇത് ഓവറായിട്ട് ചെയ്യേണ്ട. 2 ടൈംസ് അല്ലെങ്കിൽ മാക്സിമം 3 ടൈംസ് ചെയ്യുക. ആൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങളൊരു 45 to 60 ഇനി മാക്സിമം 60 ഡേയ്സിൽ ഒരു 2 മാസം ഇത് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും ഡയറ്റിങ്ങും ഫോളോ ചെയ്യണം. എന്നാലും ഇതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും വന്നിരിക്കും. ഞാനിത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നല്ല റിസൾട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ഇടുന്നത്. നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.